ഡോക്ടറെ പ്രഭാര കുറെ നാളായില്ല നിന്നെ കണ്ടിട്ട്. എൻ്റെ മുഖത്ത് എന്തൊരു വിഷമം. അങ്ങനെയൊന്നുമില്ല. കുടിച്ചിട്ടുണ്ടല്ലേ? ലേശമൊന്നും അല്ല, നല്ല രീതിയിൽ കുടിച്ചേക്കണേ പ്രഭാര. വിഷമമുണ്ടോ ഡോക്ടർ? അപ്പൊ നീ കുടിച്ച് നശിക്കാൻ തന്നെ തീരുമാനിച്ചല്ലേ? ഞാൻ വെറുതെ കുടിക്കുമോ ഡോക്ടർ? വല്ലാത്ത വിഷമമുണ്ട് ഡോക്ടറെ. നിനക്ക് എന്താണ് വിഷമം? എന്തിനാ? എൻ്റെ മൂത്ത മോളുടെ കല്യാണം നിശ്ചയിച്ചു ഡോക്ടറെ. ഇത് കൊള്ളാം. മൂത്ത മോളെ കല്യാണം നിശ്ചയിച്ചാൽ നമ്മൾ സന്തോഷിക്കേണ്ടേ? ഞാൻ എങ്ങനെ സന്തോഷിക്കും ഡോക്ടറെ? 5 പൈസ കയ്യിലില്ല. നീ കുറെ നാൾ ഗൾഫിലായിരുന്നില്ലേ കൊറോണയ്ക്ക് മുമ്പ്? ആ ഉണ്ടാക്കിയ സാമ്പത്തികമൊക്കെ നീ എന്ത് ചെയ്തു? എൻ്റെ 2 മക്കൾക്കും വേണ്ടി ഞാൻ ഇഷ്ടംപോലെ സമ്പാദിച്ചിരുന്നു ഡോക്ടർ. എല്ലാം ബാങ്കിൽ കിടക്കായിരുന്നു. എന്നിട്ട് ഈ ഓൺലൈൻ ചീട്ടുകളില്ലേ, അതിൽ പെട്ടുപോയി ഡോക്ടറെ. എൻ്റെ എല്ലാ കാശും പോയി ഡോക്ടറെ. ഞാൻ ചാവും. ഇപ്രകാരം പാപ്പരായി ഡോക്ടറെ. ഞാൻ ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല. നീ ആത്മഹത്യ ചെയ്താ നിന്റെ ഭാര്യയും മക്കളും എന്ത് ചെയ്യും എന്നുള്ള കാര്യം നീ ചിന്തിച്ചിട്ടുണ്ടോ? അത് ഓർത്തിട്ടാ ഡോക്ടറെ. ഡോക്ടർ എനിക്ക് ഒരു പരിചയം. പ്രഭാര, നിനക്കറിയാലോ എൻ്റെ കയ്യിൽ 5 പൈസ ഇല്ല. ഉണ്ടെങ്കിൽ നീ പറയാതെ. ഡോക്ടറുടെ ഒരു കാശ് ചോദിച്ചു. അല്ല ഡോക്ടറെ, എൻ്റെ മൂത്ത മോളുടെ ആവശ്യത്തിന് വേണ്ടി എൻ്റെ ഒരു കിഡ്നി കൊടുത്ത അവളുടെ ആവശ്യങ്ങൾ നടക്കും. ഈ കിഡ്നി കൊടുക്കുന്നതുകൊണ്ട് പിന്നെ ഭാവിയിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവോ ഡോക്ടറെ? പ്രഭാര, നിന്റെ ഒരു കിഡ്നി കൊടുക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല. പ്രത്യേകിച്ച് നിന്റെ മോളെ കല്യാണം ആവശ്യമല്ലേ, അത് നടക്കട്ടെ. അവളെ ജീവിതവും രക്ഷപ്പെടുമല്ലോ. അപ്പോൾ ഡോക്ടർ കൂടെ ഉണ്ടാവുമല്ലോ അല്ലേ എല്ലാ കാര്യത്തിനും? അതെന്ത് വർത്തമാനം പ്രഭാര. എടാ, എനിക്ക് കൂടെ നിൽക്കാതിരിക്കാൻ പറ്റുമോ? നിന്റെ കുടുംബമായിട്ട് അങ്ങനെയല്ലേ എൻ്റെ ബന്ധം. ഞാൻ 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തോട്ട് വീണ് ചാവാൻ നേരത്ത് പ്രഭാര നീയല്ലേ എന്നെ രക്ഷപ്പെടുത്തിയത്. എനിക്ക് മറക്കാൻ പറ്റുമോ? അതൊക്കെ ഡോക്ടർക്ക് ഓർമ്മയുണ്ടോ ഇപ്പോഴും? ഞാൻ മറക്കൂ? അത് മാത്രമല്ല, ഞാനേ 6ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ അച്ഛൻ എനിക്ക് ഒരു എൻസൈക്ലോപീഡിയ വാങ്ങിച്ചോണ്ടോ, സയൻസ്. ഇത്ര വലിപ്പമൊക്കെ ഉണ്ട്. ഡോക്ടർ ഒരു ദിവസം വീട്ടിൽ വന്നപ്പോൾ അത് പ്രകാരം ഞാൻ വായിച്ചിട്ട് കൊണ്ടുവരാമെന്ന് പറഞ്ഞുകൊണ്ട് കൊണ്ടുപോയത് ഓർമ്മയുണ്ട? അത് ഡോക്ടർ എനിക്ക് തിരിച്ചു തന്നില്ല. ഡോക്ടർ അത് വായിച്ച് പഠിച്ച് വലിയ ഡോക്ടറായി. എനിക്ക് വായിക്കാൻ പറ്റിയില്ല. ഞാൻ ഡോക്ടറായതുമില്ല. നന്ദിയുണ്ട് പ്രഭാര, നന്ദി. ഞാൻ ഡോക്ടറാകത്തുണ്ട്. അല്ല, നീ ആ പുസ്തകം തന്ന് സഹായിച്ചു. പിന്നെ ഞാൻ ചുമ്മാ അല്ലല്ലോ ഡോക്ടറായത്. ഞാൻ കുത്തിയിരുന്ന് പഠിച്ചിട്ടല്ലേ ഈ MBBS ഒക്കെ എടുത്തത്. നിനക്ക് പണ്ട് മുതലേ കളിയായിരുന്നു. കളിയാണ് നിന്നെ തോലച്ചത് പ്രഭാര, കളി. ശരിയാ, കളിയാണ് എന്നെ തോലച്ചത്. അപ്പോൾ ഈ എൻ്റെ മൂത്ത മോളുടെ കല്യാണം എൻ്റെ ഒരു കിഡ്നി കൊണ്ട് പരിഹരിക്കും. അല്ല, വേറെ കാര്യമുണ്ട്. നിനക്കൊരു ഇളയ മോളുണ്ടല്ലോ, അവളെ കല്യാണം വരുമ്പോൾ നീ എന്ത് ചെയ്യും? ഇളയ മോളുടെ കല്യാണം ഈ പ്രായമായി. അവളുടെ കാര്യം വരുമ്പോൾ ഡോക്ടർക്ക് എന്നെ സഹായിക്കാൻ പറ്റുമോ? പ്രഭാര, എൻ്റെ കയ്യിൽ 5 പൈസ ഇല്ലെന്നുള്ള കാര്യം പ്രഭാകരന് അറിയാമല്ലോ. വേറെ എന്ത് എങ്ങനെ കാശ് ചോദിച്ചിട്ടില്ല ഡോക്ടർ. ആളുപരമായിട്ട് എന്തെങ്കിലും തീർച്ചയായിട്ടും, ഓഫ്കോഴ്സ്, ആളുപരമായിട്ട് ഞാൻ സത്യം പ്രഭാര, ഞാൻ ഒരിക്കലും നിന്നെ കൈവിടിയില്ല. എൻ്റെ ഇളയ മോളെ കാര്യം വരുമ്പോഴേ, അവളുടെ കല്യാണം വരുമ്പോഴേ ഡോക്ടറുടെ ഒരു കിഡ്നി ഒന്ന് സഹായിക്കും ഡോക്ടർ. എൻ്റെ കിഡ്നിയാ പ്രഭാര?